ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സൗണ്ടൊന്നും വരുന്നില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ, അതുകൊണ്ടായിരിക്കും. ഞാനിപ്പോൾ ഉള്ളത് ധർമ്മശാലയിലാണ്, ഹിമാചൽ പ്രദേശിൽ. സോ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ റഫുണ്ട്. ഗുഡ് മോർണിംഗ്. എങ്ങനെ ഉണ്ടായിരുന്നു ലാസ്റ്റ് നൈറ്റ്? ബസ്സിലെ സ്ലീപ്പ് ഉറങ്ങി, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നേ. പക്ഷെ ലാസ്റ്റ് ഡേ അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഞാൻ ഉറങ്ങി. അതാണ് ഏതെങ്കിലും ഒരു രണ്ടുപേരും കൂടെ ഉറങ്ങിയ ദിവസമില്ല കേട്ടോ. സോ രാവിലെ തന്നെ എനിക്ക് പതിവില്ലാത്തൊരു ശീലമാണ് കോഫി കുടിക്കുക. ടീ ആയാലും കോഫി ആയാലും. അപ്പോൾ അവന് കോഫി കുടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഒരു കഫേയിൽ പോവാണ്. കഫേയിൽ പോയിട്ട് ടീ കുടിക്കുന്ന മാത്രമല്ല, ഒന്ന് പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആവണം. ഫ്രഷായിട്ട് ബാക്കി എന്താണെന്നറിയില്ല, പ്ലാൻ ചെയ്യണം. സോ നമ്മളുടെ സൈഡിൽ കുറേ മൗണ്ടെയ്ൻസൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങ് ദൂരെ എല്ലാം സ്നോ മൗണ്ടെയ്ൻസ് ആണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സമയം ഒരു 7:45 ഇപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ഇവിടുത്തെ അടിപൊളി വ്യൂ ഉള്ള കഫേയിൽ വന്നിട്ടാണ് നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അവിടെ എല്ലാം കണ്ടോ, സ്നോ എല്ലാം കാണാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് കോഫി? കൊള്ളാം. ഞാൻ കോഫി കുടിക്കാറില്ല, സോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അവൻ മാത്രം ഒരു കോഫി പറഞ്ഞിട്ട് കുടിക്കുന്നു. കോഫി കുടിച്ചിട്ട് നമ്മളിത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. സോ ഇവിടെ നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോവാണ്. സോ ട്രക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസമാണോ 2 ദിവസമാണോ 3 ദിവസമാണോ 4 ദിവസമാണോ നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒടുക്കത്തെ പൈസയാണ്. എൻ്റെ ഫ്രണ്ട് പോയപ്പോൾ പറഞ്ഞു ഒരു കുപ്പി വെള്ളത്തിന് 50 രൂപ 60 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്, ജസ്റ്റ് മിനറൽ വാട്ടറിന്. അപ്പോൾ എന്തായാലും ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മളിപ്പോൾ എന്തൊക്കെ മേടിച്ച്, നമ്മൾ ജാം മേടിച്ച്, ബ്രെഡ് മേടിച്ച്, മ്യൂസ്ലി മേടിച്ച്, പാല് മേടിച്ച്, പിന്നെന്താ, പിന്നെ ഒരു മോയ്സ്ചറൈസർ മേടിച്ചു, പിന്നെ ചോക്ലേറ്റ്സ് മേടിച്ചു, പിന്നെ കപ്പ് നൂഡിൽസ് ഇല്ലേ, ചൂടുള്ള കിട്ടാണ് അതിൽ ഒഴിച്ചിട്ട് കഴിക്കാം, അത് മേടിച്ച്. പിന്നെന്താ മേടിച്ചേ? ഇതൊക്കെയാണ് മേടിച്ച്. കുറച്ച് ഇലക്ട്രോലൈറ്റ്സ് മേടിക്കണം. ജിം ട്രെയിനറാണ്, അപ്പോൾ കൂടുതൽ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ലൈഫിൽ ആദ്യത്തെ ട്രക്കിംഗ് അല്ലേ ചെയ്യാൻ വേണ്ടി പോണേ? ഫസ്റ്റ് ടൈമാണ്. ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജോർജിയന്ന് ലാസ്റ്റ് ചെയ്താണ്, അതിനുശേഷം ട്രക്ക് ചെയ്തിട്ടില്ലാന്നുണ്ട്. ഇപ്പോഴേ കാലിനൊരു വേദന ഉണ്ട്. നമ്മളൊരു 1 സൈഡ് ഇപ്പോൾ 8 കിലോമീറ്റർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ ഒരു 16 കിലോമീറ്ററാണ് നിലവിലെ പ്ലാന്. പക്ഷെ അത് ചേഞ്ച് ചെയ്യും. ട്രിയൂണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിംഗ് ആണ് ഇപ്പോൾ പ്ലാൻ ഇട്ടിട്ടുള്ളത്. ഇവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ നിന്ന് ഇനി അങ്ങോട്ട് ഫുഡൊന്നും ഉണ്ടാവില്ല, നോക്കിക്കൊണ്ടിരിക്കുക. എന്താ വേണ്ടേ? ഫുൾ വെജാണ്. ഇനി കുറച്ചാൾ വെജായിരിക്കും. ഒന്നില്ലെങ്കിൽ റൊട്ടിയും കറിയും മേടിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മേടിക്കണം. ചാവല റൈസാ? റൈസ് എനിക്ക് വലിയ മൂടില്ല. നോക്കട്ടെ. ഫുഡ് കഴിച്ചിറങ്ങി. ഇവൻ ചന മസാല കഴിച്ച്, ചന ഭട്ടൂരിയ, ചോല ഭട്ടൂരിയ അത് കഴിച്ച്. ഞാൻ ഒരു സമൂസ മാത്രം കഴിച്ച്. എനിക്ക് ഈ ഓയിൽ പൊരിച്ച് അങ്ങനെ ഇഷ്ടമല്ല, അപ്പോൾ സമൂസ ഉള്ളതിൽ ബെറ്റർ. ബാക്കിയെല്ലാം അങ്ങനത്തെ ഐറ്റംസാണ്. പിന്നെ വെജും ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങുന്നില്ല. ഡൽഹി എന്നേക്കാളും ചീപ്പായി തോന്നിയത് എന്താ അറിയോ? ഡൽഹിയിൽ നമ്മൾ നിന്നത് പഹാർഗഞ്ചിലാണ്. പഹാർഗഞ്ചിൽ ഡൽഹിയിലെ തന്നെ വൺ ഓഫ് ദി എക്സ്പെൻസീവ് ഫുഡ് കിട്ടുന്ന പ്ലേസിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഡൽഹിയിലാണ് കേരളത്തെക്കാളും എല്ലാത്തിലേക്കാട്ടിലും ചീപ്പായിട്ട് ഫുഡ് കിട്ടും. പക്ഷെ നമ്മൾ നിന്ന സ്ഥലത്ത് ഭയങ്കര എക്സ്പെൻസീവാണ്, അതുകൊണ്ട് ഇവിടെ ചീപ്പായി തോന്നുന്നത്. നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷായി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വന്നാൽ ഞാനൊരു സമൂസ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്. ഫുഡ് ബ്ലോഗ് പോലെ ആവുന്നുണ്ടല്ലോ, പക്ഷെ എനിക്ക് വിശക്കുന്നുണ്ട്. നീ കണ്ടോ, നമ്മൾ അടിപൊളി ട്രക്കിംഗ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ട്രയോൺ ട്രക്കിംഗ് ആണ്. അവിടുന്ന് പിന്നെയും മുകളിലേക്ക് സ്നോ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് കയറി പോകാനുള്ള പ്ലാനിലാണ്. ഇപ്പോൾ ചൂട് എടുക്കണില്ലേ? ഒരു 13 ഡിഗ്രിയാണ്. എന്നാലും നമ്മൾ കാരണം നമ്മളിപ്പോൾ നല്ല വെയിലുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് പാക്ക് ഇട്ടിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല തോന്നും. ബാഗ് നല്ല ഹെവിയാണ് കണ്ടാ. 2 പേരുടെ ബാഗും നല്ല ഹെവിയാണ്. ഒരു 10-21 കിലോ എന്തായാലും ഉണ്ടാവൂലേ? നമ്മൾ ഫുഡും എല്ലാ സാധനങ്ങളും കൂടെ ആയിട്ട് അത്രയും എന്തായാലും വെയിറ്റ് വരേണ്ടതാണ്. പിന്നെ ഇവിടെ ഒരു മാഗി പറഞ്ഞിട്ടുള്ളത്, പിന്നെ ബോയിൽഡ് എഗ്ഗും. ഇവിടുന്ന് ഒന്നിലും നമ്മൾ ഷെയർ ടാക്സി എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നടന്നു പോകണം. 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ലിഫ്റ്റ് അടിക്കാൻ വണ്ടി കിട്ടുകയാണെങ്കിൽ ലിഫ്റ്റ് അടിക്കണം. പോകുന്ന വഴിക്കുണ്ടോ അതെ ഈ ധർമ്മശാലേൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. മഴ മൂടാനായിട്ട് ഇങ്ങനെ കോടയൊക്കെ മൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ സ്നോ ഒക്കെ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. റെഡും ഇതുമായിട്ടുള്ളൊരു കളറാണ് ഫുള്ള് വീടുകൾ കാണുന്നത് കേട്ടോ. നോക്കി, എല്ലാ വീടും ഓൾമോസ്റ്റ് ഒരേപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തട്ടിലിങ്ങനെ ഇരിക്കുന്നത്. മഴ നല്ലോണം പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. നമുക്ക് ലിഫ്റ്റ് ബൈക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. അങ്ങനെ ഫൈനലി നമുക്കൊരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ
ബ്രോ. ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അപ്പൊ തന്നെ നമുക്കൊരു കാർ കിട്ടിയിട്ടോ. നമുക്ക് ഭാഗ്യമുണ്ട്. ഇവൻ പൊട്ടൻ നടക്കാന്നല്ല പറഞ്ഞിട്ട് ഇരിക്കണത്. വണ്ടി കിട്ടുമെന്ന് എനിക്കറിയാം. കിട്ടി തുടങ്ങിയാൽ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും. बहुत धन्यवाद भैया. अभी ट्राइकुन जाने का ट्रैकिंग के लिए. हाँ ट्रियून. हाँ ट्रियून ट्रियून ट्राइकुन अല്ല ट्रियून. हाँ ट्रियून ट्रियून तो बनाने पड़ेगा. हाँ उधर से थोड़ा ऊपर जाएगा. स्नो वगैरह देखने के लिए. हाँ स्नो लाइन उधर जाएगा. ഞങ്ങളുടെ ഇത്രയും ബാഗും ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ട്രക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നിട്ടാ. അതും കംപ്ലീറ്റ്ലി ഒരു ബിഗിനറും. ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് ചെയ്തിട്ടുമില്ല. പിന്നെ കുറേ എൻ്റെ കാല് വേദനയും ഹെൽത്തൊക്കെ കുറച്ച് വീക്കാണ്. നല്ല സി എന്നുള്ള രീതിയിൽ പോകുന്നതാണ്. അവിടുന്ന് ലിഫ്റ്റ് അടിച്ച് മെക്ലോ ഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മൾ ഇവിടുന്ന് മാറ്റ് മേടിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ മാറ്റ് മേടിക്കാൻ നമുക്ക് പറ്റിയില്ല കേട്ടാ. മാറ്റ് പറയാ താഴെ ധർമ്മശാലയിൽ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവില്ലാന്ന്. കുടുങ്ങിയില്ലേ നമ്മളിനി എന്താക്കും? നമ്മൾ മുകളിൽ പോയി ടെൻ്റ് അടിക്കാനുള്ള പ്ലാനില്ല. അപ്പോൾ നല്ല തണുപ്പായിരിക്കും. താഴെ മാറ്റ് ഇട്ടില്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്, പക്ഷേ 20 ഡിഗ്രിയുടെയും 10 ഡിഗ്രിയുടെ ഒക്കെ മുകളിൽ -ഒക്കെയാ. ലെറ്റ്സ് സീ അല്ലേ കാണാം. ഉറങ്ങി തന്നെ. ഇതൊരു ടെന്റിലൊന്നും സ്റ്റോലി കിടന്ന് ഉറങ്ങാത്ത ആളാണ് കേട്ടാ. ഇവിടെ നല്ല എന്തൊക്കെയോ ചൂടോടുകൂടി പൊരിക്കാൻ വെച്ചേക്കുന്ന ഒരു ബ്രെഡ് കഴിക്കാല്ലേ. ഭയ്യാ കിത്തന 40 एक पीस 40 एक दे दो. ഒടുക്കത്തെ പൈസയാണ് കേട്ടോ. ഇവിടെ 40 രൂപയാണ് ഒരു പൊക്കോടക്ക്. ഓ സമൂസ കിത്തനേ ഭയ്യ? എന്താടാ മുണ്ടാത്ത്? ഞാൻ വിളിച്ചിട്ട് 90 കണ്ട. നമ്മളവിടെ 20 രൂപയ്ക്ക് കഴിച്ചാണ്. 10 രൂപയ്ക്കാണ് ഇപ്പൊ കഴിച്ചത്. ലാസ്റ്റ് കഴിച്ചത് അതിനും താഴെയാണെങ്കിൽ 10 കിട്ടും. പക്ഷെ ഇവിടെ റേറ്റ് കൂടുതല. എങ്ങനെയുണ്ട്? കൊള്ളൂല, ഒട്ടും കൊള്ളൂല. വെറുതെ 40 രൂപ കളഞ്ഞു. എന്തോ സാധനം എന്തോ വെച്ചുണ്ടാക്കിയാണ്. ഓ ഛർദിക്കാൻ വരുന്നു. കേട് വന്നാന്ന് തോന്നണല്ലേ? കഴിക്കണ്ട കേട് വന്നേ വേണ്ട, കഴിക്കണ്ട. അത് ബയ്യാക്ക് തന്നെ കൊടുത്തോ, പൈസ കൊടുക്കാം. നമ്മളിത് അവിടെ ആ പൊട്ട ഫുഡും കഴിച്ചിട്ട് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ കറക്കിയിട്ട് ഇങ്ങനെ വിടണം. കണ്ട ഇവിടെ മൊത്തം ബുദ്ധയുടെ സംഭവമാണ്. ഇവിടെ കുറേ മൊണാസ്ട്രീസും അങ്ങനത്തെ എല്ലാം ഇവിടെ കാണാൻ പറ്റുക കേട്ടോ. അടിപൊളിയാണ്. ഇവിടുന്ന് നമുക്ക് 2 കിലോമീറ്റർ പോകണം. 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രക്ക് ചെയ്യുന്ന പോയിന്റിലേക്ക് എത്തും. അതുവരെ നമ്മൾ നടക്കണം. ഇവിടെ 2 കിലോമീറ്റർ പോകാൻ വേണ്ടി 300-500 രൂപയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നടക്കുകയാണ്. വണ്ടിയൊന്നും ഇനി കിട്ടാൻ ചാൻസ് ഇല്ല. ബൈക്കാണ് മാക്സിമം കിട്ടൂ. അതുകൊണ്ട് ഒരാൾക്കേ പോകാനും പറ്റില്ല. അപ്പം നടന്ന് തന്നെ പോകണം. അപ്പം മഴ പെയ്തു തുടങ്ങി. സമയം ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇങ്ങനെ മഴ പെയ്യാൻ പോകുന്നത്. കുടുങ്ങും മഴ പെയ്ത്. നമ്മൾ റെയിൻകോട്ടൊന്നുമില്ല. ഇപ്പം മഴ കൂടിയിട്ടോ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്താവും അറിയാണ്ട്. കാരണം ഇത് ഫുള്ള് നനഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോലെ നടക്കൂല. ഇന്ന് നമ്മൾ എവിടെയെങ്കിലും സ്റ്റക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നോക്ക് ഇവിടെ നല്ല മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉച്ചക്ക് 1 മണിയുള്ള സമയത്ത് നോക്ക്. ഉച്ചക്ക് 1 മണിക്ക് കാണുന്നതാണ് ഇത്. കണ്ട 1:34 ഫുൾ മഴയും ഭയങ്കര ഇരുണ്ട് കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിലൊക്കെ സ്നോ ആയിരിക്കും. പോകുന്ന വഴി നമുക്ക് ട്രക്ക് ചെയ്യാനും പാടായിരിക്കും. ഇവിടെ കല്ല് മഴയൊക്കെ പെയ്യുന്നു. സ്നോ പെയ്യാൻ വേണ്ടി പോകട്ടെ. ഞാനിവിടെ സ്നോ പെയ്യുന്ന പറഞ്ഞപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ടുണ്ടായില്ല കേട്ടോ. നോക്ക്, വാവ്, അടിപൊളി. ഇത് മറ്റേ സാധനമാണ് കേട്ടോ. എന്തായാലും പറയാ, ആലിപ്പഴം പോലത്തെ സാധനമാണ്. അതാണ് വീണോണ്ടിരിക്കുന്നത്. കണ്ടോ വലിയ കല്ല്. സ്നോ അല്ല കേട്ടോ. ഞാൻ സ്നോ ആന്ന് വിചാരിച്ചു. സ്നോ പോലെ തന്നെ ഇരിക്കണത് ആലിപ്പഴം. അല്ല ഫസ്റ്റ് ടൈം അല്ല, കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ വെള്ള കളറാണ് എൻ്റെ വീടിൻ്റെ അവിടെ. അതായത് ഇത് വൈറ്റ് കളറല്ലേ ഇത്. എൻ്റെ വീടിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റേ ട്രാൻസ്പെറൻ്റ് ഇല്ലേ, ട്രാൻസ്പെറൻറ്റ് കളറാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്തോരം വീട് കണ്ട, ഫുള്ള് തറ പറയുന്ന ഒഴുകി വരുന്നത് അവിടെ ഉണ്ട്. അത് മൊത്തം കല്ല്, അത് ഫുള്ള് ആലിപ്പഴം കേട്ടോ. ആലിപ്പഴം പെറുക്കാം
പിലിക്കൂടെ നിവർത്തി ആ ജാക്കറ്റ് എടുത്തിട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടോ നമ്മൾക്ക് ജാക്കറ്റെല്ലാം എടുത്തിടാൻ. ധന്യവാദ് ഭയ്യ. കണ്ടോ നല്ല അടിപൊളി വ്യൂല് നമ്മളിവിടെ ഒരു കഫേലാണ് ഇരിക്കണത്. നമുക്ക് എല്ലാവരും ഇതിങ്ങനെ വീഴുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല മഴയത്ത് നല്ല ചൂടുള്ള മാഗി കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. നമ്മളിതേ പ്ലെയിൻ മാഗിയും വെജ് മാഗിയും പറഞ്ഞിട്ടുണ്ട്, 2 മാഗി കേട്ടോ. അതേ മാഗീൻ്റെ ഒക്കെ റേറ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്ലെയിൻ മാഗി 50, വെജ് മാഗി 60, അതെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ടയർഡായി. നല്ല സ്റ്റീപ്പ് കയറ്റമാണ്. പിന്നെ റോഡായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇത് താഴേക്ക് ഇങ്ങനെ ഇറക്കുവാണ്. ഫോർ യു ഹൗസ് ഇറ്റ്? നല്ല കയറ്റോട്ട് ടയർഡാണ്. പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ പിന്നെ ബ്രേക്ക് നിൽക്കണം, എന്നിട്ട് പിന്നെ കയറാം. ഗുഡ്. ബട്ട് അല്ലെങ്കിൽ ഒറ്റയടിക്ക് ഇരിക്കുന്നാല് ഇനി ഫുള്ള് കയറ്റാൻ തോന്നുന്നു. ഇനി 2 കിലോമീറ്റർ 2 കിലോമീറ്റർ കയറ്റാം. സോ ഇറ്റ്സ് ലൈക്ക് ടോട്ടൽ 11 കിലോമീറ്റേഴ്സ്. യാ, വൺ സൈഡ്. യാ വേണ്ട ക്യാമറ അതെങ്ങനെ വെക്കുമ്പോൾ തന്നെ കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. മുകളിലേക്കാണ് കയറുന്നത്. കുറേ നാളായിട്ട് ഫുഡടി മാത്രമേ ഉള്ളൂ, കലോറീസ് ഇൻടേക്കേ ഉള്ളൂ, ബേണിംഗ് ഇല്ല. അതിൻ്റെ നല്ല അറിയാനുണ്ട്. എസ്പെഷ്യലി ബാഗ് ഇട്ടിട്ട് കയറുന്ന സമയത്ത് അനങ്ങുന്നില്ല കേട്ടോ. ഭയങ്കര സ്ലോ ആയിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരം പോയപ്പോഴേക്ക് വീണ്ടും മഴ പെയ്ത് നമ്മളിത് ഇവിടെ കറക്റ്റ് ഒരു ഷെൽട്ടറിൽ വന്ന് നിൽക്കാം കേട്ടോ. അപ്പോഴേ കണ്ടോ നല്ല മഴയായിട്ടുണ്ട്. ഇപ്പോൾ മറ്റേ സ്നെയിലിൻ്റെ സ്നോ ഹൈൽ ഇങ്ങനെ വീടിക്കൊണ്ട് ഇരിക്കുമല്ലേ. ഇവിടെ കൂടുതലാണ് മഴ, കൂടുതലാണ് മഴ ഇവിടെ കുറച്ചുകൂടെ കൂടുതലുണ്ട് കേട്ടോ. നല്ല മഴയാണ്. ഇവിടെ നിൽക്കാന്നുള്ള മാത്രം ഓപ്ഷനുള്ളൂ. ട്രക്ക് ചെയ്യാൻ പറ്റൂല ഫുള്ള് സീനാ. ആ കാറിൽ വീഴ് നോക്കി. അയ്യോ, നമ്മളേതൊക്കെയോ വഴിയിലൂടെ പോയപ്പോൾ നമ്മൾ വില്ലേജിൽ എവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. നോക്കി പോയിക്കോട്ടാ, അല്ലേ നമ്മൾ താഴെത്തും. നിന്റെ റേവ് ഇവിടെ ഷോപ്പാണ്. ഹെയർ ബ്രൈഡ് വിത്ത് ത്രെഡ്സ് വേണ്ട, അങ്ങനത്തെ ഫുള്ളി ഇവിടെ ഒരു ഹിപ്പി കൾച്ചറാണ് ഇവിടെ കൂടുതലും. ഇതെന്താണെന്നറിയില്ല, തലയിൽ വെക്കുന്ന സാധനം, തലയിൽ മുടി കെട്ടിയിട്ട് വെക്കണം. എനിക്ക് വേണം. റേറ്റ് ഒടുക്കത്തെ റേറ്റ് ആയിരിക്കും ഇതിന്. ഇവിടെ കണ്ടോ, ഈ ഹിമാചലിൽ നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ വീടുകളായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അതായത് ഈ തണുപ്പിനും ചൂടിനും ഒരേപോലെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന കല്ല്. കല്ലാണത്. ഇങ്ങനെ ആയിരിക്കും ഇവിടുത്തെ ഒട്ടുമിക്ക വില്ലേജിലെ വീടുകളിലും ഉണ്ടായിരിക്കുക. നല്ല രസം. നമുക്ക് വിചാരിക്കും എന്തോ ഒരു സാധനമാണെന്ന്, പക്ഷേ ഇത് അറിയുന്നവർക്കറിയാം ഇത് നല്ല കല്ല് അടിച്ച് പരത്തിയിട്ടുള്ള സംഭവമാണ്. നമ്മളെങ്ങോട്ടോ പോകുന്നു. ഇവിടെ ആണെങ്കിൽ മൊത്തം ഫോറിനേഴ്സാണ്, ഇന്ത്യൻസേ ഇല്ല, മലയാളീസ് ഒന്നുമില്ല. മലയാളീസായിട്ട് നമ്മൾ മാത്രമല്ല, ഒരു മലയാളീസിനെ പോലും കണ്ടിട്ടില്ല. സാധാരണ ഹിമാചലിൽ മണാലിയും കസോളൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ മലയാളീസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഭയങ്കര ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. പക്ഷേ ഫോറിനേഴ്സ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഭയങ്കര എക്സ്പെൻസീവാണ്. ഫുഡ്സ് ആണെങ്കിലും കഫേസ് ആണെങ്കിലും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. എല്ലാം നമ്മളിങ്ങനെ റേറ്റ് നോക്കുമായിരുന്നു. തലയിലിടുന്ന ഒരു സാധനം ഇഷ്ടപ്പെട്ട് മേടിക്കാൻ വേണ്ടി നിന്നപ്പോൾ അതിന് 500 രൂപ ചെറിയൊരു സാധനത്തിന്. അവിടുന്ന് കുറേ കറങ്ങി ദേ ഇപ്പതാ ഒരു ടെൻ്റ് അടിക്കാൻ സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുക. ബാക്കിലുണ്ടോ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചൊരു 500 മീറ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ആ ട്രക്കിംഗ് പോയിൻ്റ് എത്തും. അവിടെ എത്തി കഴിഞ്ഞിട്ട് നോക്കാം ബാക്കി. ടെൻ്റ് അടിക്കാൻ എന്തായാലും ട്രക്ക് ചെയ്യാൻ പറ്റൂല, കാരണം നല്ല ദൂരമുണ്ട്. ഫൈനലി നമ്മളിതാ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് ട്രക്കിംഗ് ചെയ്യാനുള്ളത്. പക്ഷേ ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, 307 കിലോമീറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് പിന്നെയും മുകളിലേക്കൊക്കെ പോയാൽ നമുക്ക് സ്നോ കിട്ടുള്ളൂ. ഇത്രയും വലിയ ബാക്ക് പാക്ക് വെച്ചിട്ട് കയറുന്നത് ഈസി അല്ല. നല്ല വെയിറ്റ് ഉണ്ട്, 10-20 കിലോ ഉണ്ട്. അവൻ്റെ നല്ല വെയിറ്റ് ഉണ്ട്. സോ ലെറ്റ്സ് സീ ഓൺ ദ വേ എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണം. നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ അറിയില്ല. എന്തായാലും പോയി നോക്കട്ടെ. നോ ഐഡിയ. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ടൈം എടുക്കും കയറാൻ. എന്തായാലും മുകളിലെത്തില്ല ഇപ്പോൾ. ഇന്ന് എന്തായാലും എവിടെയെങ്കിലൊക്കെ ടെൻ്റ് അടിച്ച് കിടക്കണം. അയ്യോ സ്വീറ്റ്, എന്തോരം ഡോഗ്സ് നോക്കി. ഹായ്. അയ്യോ പലതരം പല കളറിൽ വലിയ സൈസ്. എന്തോ യമണ്ടൻ സൈസ് നോക്ക്. ഓ കുറേ ഉണ്ട് കേട്ടാ. പുള്ളിക്കാരുടെയാണ് ഇത്. ഓ ഓടിപ്പോണോക്കി. എന്തോരാ
ട്രക്കിങ് തുടങ്ങിയുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് വിശന്ന്, കാരണം ഒരു 3 കിലോമീറ്റർ ട്രക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് വിശന്നിട്ടാ. എന്താ ചിരിക്കണേ? വിശക്കുന്നുണ്ട്, വിശന്നിട്ടാണ് മുതലാളി. നമ്മൾ വരുമ്പോൾ എല്ലാം ഫുഡ് ആയിട്ടാണ് വന്നത്. ഇതന്നെ ഉള്ളു നാളേക്കും ഇന്നേക്കും ഒക്കെ കഴിക്കാനായിട്ട്. ലഞ്ച്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് എന്തും ആവാം. ബ്രെഡ്, ജാം ഇച്ചിരി അൺഹെൽത്തി. എന്നിട്ട് മൈദ ഒന്നും ഇല്ലാത്ത ഇതും മേടിച്ചിട്ടുണ്ട്. എന്താ പറയാ, ബ്രെഡ് അല്ലേ, നല്ല ഗോതമ്പ് ബ്രെഡ്. അതെല്ലാം ഇവിടെ കഴിച്ചിട്ട് ടെന്റ് അടിക്കാൻ എവിടെ സ്ഥലം കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. കാഫേ ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവിടെ ചെന്നതിന് അവർ കുറച്ച് സ്പേസ് തരുമെന്ന് പറയുന്നുണ്ട്. മതി എപ്പോ പറഞ്ഞു? ഇപ്പൊ വന്നോ മതി. ഞാൻ കേട്ടില്ലല്ലോ. പൊട്ട ഹിന്ദി അറിയാനാണ് മോൾ ട്രക്കിങ്ങിന് ഇറങ്ങിയത്. ആരാ പറയണേ? ആനാന്ന് പറഞ്ഞ ചേനാന്നാണ് കേക്കല്. അത്ര അറിയുന്ന, അത്ര ഹിന്ദി അറിയണ നീയാ? ഓ മൊണ്ണ ഷൊണ്ണൻ. ഒരു ഷൊണ്ണ മൊണ്ണന്റെ കൂടെയാ ഞാൻ വന്നിട്ടുള്ളത്. ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ജിമ്മിലെ ട്രെയിനർ ആണ് എന്നെക്കാൾ ബെറ്ററാ. ചിയേഴ്സ്. സോ ഗുഡ്. നമ്മളിത് എങ്ങനെ കയറാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് 2 പേരെ ഇപ്പോൾ കണ്ടു. ഇവിടെ ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ടോപ്പിലാണ് സ്പേസ് ഉള്ളൂ ടെൻ്റ് അടിക്കാൻ. ഇനി പോയി കഴിഞ്ഞാൽ 7 കിലോമീറ്റർ നമ്മൾ പോകണമെങ്കിൽ ഒരു 4-5 മണിക്കൂർ എടുക്കും, കാരണം അത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു വഴിയിലൂടെ നമ്മൾ പോകുന്നത്. സോ നമ്മൾ വിചാരിച്ച് ഇവിടെ ടെൻ്റ് അടിക്കാൻ പ്ലെയിൻ അല്ലാത്ത സ്ഥലമാണ്. ഫുള്ള് കല്ലും കച്ചറും. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വീഡിയോയിൽ കാണാൻ പറ്റും. കംപ്ലീറ്റ് ഇങ്ങനെ അതേ കല്ല് പോലെ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ നമുക്കിനി മുകളിലേക്ക് പോയി അത്രയും സ്പേസിലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. മഴ പെയ്താൽ എന്താവും അറിയില്ല. വേറെ ഓപ്ഷൻ ഇല്ല. ഇനിയിപ്പോൾ തിരിച്ച് അങ്ങോട്ടും മാറ്റില്ല ഇങ്ങോട്ടും മാറ്റില്ല. പകുതി വഴിയിൽ സ്റ്റക്ക്. നമുക്ക് ആക്ച്വലി നേരത്തെ മഴ 2 വട്ടം കിട്ടി. അതിലാണ് നമ്മൾ സ്റ്റക്കായത്. അല്ലെങ്കിൽ നമ്മളെ പ്ലാൻ മുകളിലെത്തിയിട്ട് അവിടെ ടെൻ്റ് അടിക്കാൻ തന്നെയായിരുന്നു. പക്ഷെ എന്തായാലും സ്റ്റക്കായിട്ടുണ്ട്. സോ അവിടെ തന്നെ ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. ഈ ഒരു കടയിനോട് ചേർന്നിട്ട് ഇവിടെ ഒരു സ്പേസിൻ്റെ കുറച്ച് ഇറക്കമാണ് ഇങ്ങോട്ട്. മഴ പെയ്താൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് കുത്തി ഒലിച്ച് വെള്ളം വരും. ഒരൈഡിയ. ഇവിടെയൊക്കെ നനഞ്ഞ് പിഴിഞ്ഞ് കിടക്കുന്നു. ഇവിടെ ഇറക്കമാണ്, മാറ്റില്ലാണ്ട് നമുക്ക് മേലൊക്കെ കുത്തും. പക്ഷെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു സർവൈവിങ് ആണ്. അവൻ ആദ്യമായിട്ടാണ് നിൽക്കാനും പോകുന്നത്. അടിപൊളിയായിരിക്കും എന്തായാലും. ലെറ്റ്സ് സീ എന്താണ് സംഭവിക്കാന്നുള്ളത്. ഇവിടെ ഈ കടയിലെ ചേട്ടനുണ്ടല്ലോ നമുക്ക് ഒരു ചെറിയ മാട്രസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് സമ്മർ ടെൻ്റാണ്. ആക്ച്വലി ഇത് എൻ്റെ ടെൻ്റല്ല, നിങ്ങൾക്കറിയാം. ഞാൻ യൂസ് ചെയ്യുന്ന ടെൻറ്റ് 1% ടെൻറ്റും പിന്നെ മറ്റേ ഡെക്കാത്തലോൻ്റെ ടൈപ്പ് ടെൻറ്റും ഒക്കെയാണ്. പക്ഷെ അതൊന്നും ഈ പ്രാവശ്യം എൻ്റെ കയ്യിലില്ലല്ലോ. ഓരോ സ്ഥലത്ത് ഒരെണ്ണം US ഇരിക്കുന്നുണ്ട്, ഒരെണ്ണം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് എറണാകുളത്ത് വെച്ചു, പിന്നെ എറണാകുളത്ത് തന്നെ 1% ടെൻ്റാണ് ഉള്ളത്. അങ്ങനെയുള്ളത്. ബഹുത് ധന്യവാദ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇവർ 2 പേരും ഈ കടേൻ്റെ ആൾക്കാർ. ഓക്കെ. ഇത് ഗുപ്ത് ഗംഗ കഫേയിലെ ആളാണ് കേട്ടോ. അവരിപ്പോൾ തുടങ്ങിയത്. അവരിപ്പോൾ എന്താ പുതിയ കഫേ തുടങ്ങിയതുകൊണ്ടതേ പോകുന്ന വഴിക്ക് ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഈ ട്രക്കിങ് 2-3 വഴിയുണ്ട്. നമ്മൾ ഡിഫിക്കൾട്ട് വഴിയാണ് ചൂസ് ചെയ്ത്. പക്ഷെ നല്ല പണി കിട്ടിയത് ഈ ടെൻ്റാണ്, കാരണം ഇത് സമ്മർ ടെൻ്റാണ്. എനിക്കറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട് അബി എന്ന് പറഞ്ഞ വയനാട്ടിലുള്ള അബി മുന്നുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവനാണ് എനിക്കിത് തന്നത്. എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ല. അവൻ ഓൾറെഡി ഇവിടെ വന്നിട്ട് ഈ ടെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചത് പോലുമില്ല സമ്മറിൻ്റെ ആണോ വിൻ്ററിൻ്റെ ആണോ. യൂഷ്വലി നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഒരു വിൻ്റർ ടെൻറ്റാണ് ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുകയും കൂടെ ചെയ്യാതെ. ഇത് കണ്ടോ, ഇത് ഓൾറെഡി മഴ അടിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറും. വെന്റിലേഷൻ കൂടുതലാണ്. അവിടെയും വെന്റിലേഷൻ, ഇവിടെയും വെന്റിലേഷൻ. ഇവിടെ സമ്മറിൽ ദ ബെസ്റ്റ് ടെൻറ്റാണ്. പക്ഷെ സമ്മർ അല്ലാത്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതൊന്നും നോക്കിയേ, ഫുൾ വെന്റിലേഷനാണ് കേട്ടോ. ഷോ എന്ത് കഷ്ടമാണ് നോക്ക്. തണുപ്പാണ്, ഇപ്പം തന്നെ തണുപ്പായി. ബെഡ് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് തന്നെ സ്ലീപ്പ് ബാഗ് 3 എണ്ണം ഉണ്ട്, ജാക്കറ്റൊക്കെ ഉണ്ട്. എന്നിട്ടും വേറെ ഓപ്ഷനില്ല, നല്ല തണുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം എടുത്തിട്ട് വരാൻ പോവാണ് റൌഫ്. വെള്ളം എടുത്തിട്ട് വന്നാൽ എവിടേക്കാണ് പോണേ? വാ പോയിട്ട്. അവിടെ കുറച്ച് വെള്ളം വന്നിട്ടാ. നേരെ മലയുടെ പൊക്കത്ത് വന്നാണ്ട് അവിടെ പോയി വെള്ളം എടുക്കാം. ഇത് കുറച്ച് കയറണല്ലേ. കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് വേറെ വെള്ളം മേടിക്കാൻ പോകാൻ സ്ഥലമോ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. സോ നമുക്ക് ഇവിടെ നിന്ന് വെള്ളം എടുക്കാം. വേണ്ട, ചെറുതായിട്ട് കാണാൻ പറ്റണ്ട. ഇതിങ്ങനെ തന്നെയാണ്. എവിടെ നിന്നാണെന്ന് എങ്ങാണെന്നൊരു പിടുത്തില്ല. പക്ഷേ നല്ല വെള്ളമായിരിക്കും. നമുക്ക് തന്നെ വേറെ ഓപ്ഷൻ ഇല്ല.
വെള്ളമെടുത്ത് ടെൻ്റ് ഉണ്ടാ ഇതവനെ ടെൻ്റ് അടിച്ചേക്കണ്. ഇവിടെ നിന്ന് ടെൻ്റ് ഇവിടുത്തെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങാട് ഇറങ്ങാം. ഹരിനമ്മയുടെ അടുത്തോട്ട് പോവാം. ഇതേ ഒരു ഫോറിനർ വന്നിട്ടുണ്ടാ. ഇവരൊക്കെ പൊക്കത്ത് ഒരു 2 കിലോമീറ്റർ കൊണ്ട് ട്രക്ക് ചെയ്തതിനാൽ കുറച്ച് cafes ഉണ്ട്. അപ്പോൾ അവിടെ ഹോസ്റ്റലുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി അവിടുന്ന് ഇങ്ങനെ വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് എന്താ അറിയില്ല, ഇന്ന് ആകെ ഒരു 3 കിലോമീറ്റർ പോയുള്ളൂ. ഭയങ്കര ടയർഡാണ്. ഞാൻ പീരീഡ്സ് ആണ്. സോ മേ ബി അതായിരിക്കും തോന്നുന്നു. നമ്മളിപ്പോൾ എനിക്ക് പീരീഡ്സിന് വേറെ പെയിന് കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും നമ്മൾ ബോഡിയിൽ നിന്ന് ബ്ലഡ് പോകുന്ന സമയത്ത് നമ്മൾ ടയർഡാവും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ടയർഡ് ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മുഖം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ബസ്സിൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടും ഭയങ്കര ടയർഡാണ്. ഞാൻ എപ്പോൾ പീരീഡ്സ് ആയാലും അന്ന് ഞാൻ ട്രക്കിങ് ചെയ്യും. സീരിയസ്ലി ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഈ സെയിം ഡയലോഗ് 2 തൊട്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ ഞാൻ ട്രക്കിങ് ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ഇവിടെ കിടന്നുറങ്ങി. അതേഷിപ്പ് രാവിലെ എണീച്ച്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടെൻറ്റിൽ ആദ്യമായിട്ട് കിടന്നുറങ്ങിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വയ്യ, സീനാണ്. ഉറങ്ങാൻ പറ്റിയില്ല. ഇടക്ക് 2-3 പ്രാവശ്യം എണീറ്റ് ഒട്ടുറങ്ങാൻ പറ്റിയില്ല. പിന്നെ അടിയിൽ നിന്ന് കല്ല് കുത്തിക്കൊള്ളായിരുന്നു. കല്ല് മൊത്തം കുത്തുമായിരുന്നു എനിക്ക്. അടി നല്ലപോലെ കല്ല് കുത്തിക്കൊണ്ട് ഒട്ടുറങ്ങിയിട്ടില്ല. കാരണം മാറ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഈ ടെൻറ്റ് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. ഇങ്ങനെ നമ്മൾ താഴത്തേക്കാണുള്ളത്. താഴെ മൊത്തം കല്ലാണ്. കല്ലുള്ള സ്ഥലത്താണ് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തണുപ്പും എനിക്ക് സെയിം. എനിക്ക് ഇച്ചിരി കൈയും കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. ഓൾറെഡി കുറേ ലൊക്കേഷൻ ട്രക്കിങ് ചെയ്തുകൊണ്ട് കുറച്ച് ട്രക്ക് ചെയ്തുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ബോഡി പെയിനായി, ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. എനിക്ക് പിന്നെ ശീലമായി ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങിയിട്ട്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയില്ല എത്ര സ്ട്രഗിൾ ഉണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്നുള്ളത്. ഇപ്പോൾ ഒരാൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മനസ്സിലായില്ലേ? വീഡിയോ കാണുന്ന പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. പക്ഷേ നമ്മൾ ആ സ്ട്രഗിളെല്ലാം ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നെപ്പോലെ യാത്ര ചെയ്യണമെന്ന് പറയും. ഇതുപോലെ ഇറങ്ങിയ ആൾക്കാരെ എനിക്കറിയാം. ഒരു ദിവസം കൊണ്ട് തന്നെ ബാഗ് പാക്ക് ചെയ്ത് വീട്ടിൽ പോയവരാണ് മിക്ക ആൾക്കാരും. കാരണം നമുക്ക് അത്രയും ട്രാവൽ ചെയ്യാൻ ആ പാഷൻ ഇല്ലെങ്കിൽ നമുക്ക് ആ പാഷൻ എന്ന് പറയുന്ന ആ സ്ട്രഗിളിനെ ഇഷ്ടപ്പെടുന്നതാണ്. അത് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ്. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ എനിക്കെല്ലാം എത്രയോ പ്രാവശ്യം എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ പറയാം, എല്ലാ ദിവസവും ഞാൻ ടെൻ്റ് അടിച്ച് മാത്രമാണ് താമസിച്ചത്. ഇപ്പോൾ ഡൽഹിയിലെല്ലാം 3 ദിവസം ഞാൻ റൂം എടുത്ത് താമസിച്ച് വയ്യാണ്ട്. മുന്നെല്ലാം ഞാൻ മേഘാലയയിലുള്ളപ്പോൾ എനിക്ക് ടെൻറ്റിലെല്ലാം പനി പിടിച്ച് വരച്ച് കിടന്ന് ഞാൻ ടെൻറ്റിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുള്ളത്. അപ്പം അങ്ങനെ എത്രയോ ദിവസം റൂം എടുക്കണേ പറ്റി ആലോചിക്കുന്നില്ല. എത്ര വയ്യെങ്കിലും മഴ പെയ്താലും ഏതൊക്കെ സിറ്റുവേഷൻ വന്നാലും. സോ എല്ലാം ട്രാവൽ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പക്ഷെ ഓരോ വട്ടം നമ്മൾ സർവൈവ് ചെയ്യുമ്പോഴും നമ്മൾ മോർ കോൺഫിഡൻ്റ് ആവും. നമ്മളതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കും. അതൊക്കെയാണ് ട്രാവൽ. ടെൻറ്റിലെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചു. രാവിലെ തന്നെ അതെ ഇവിടുത്തെ ഈ കടയിൽ നിന്ന് ഗ്ലാസ് എടുത്തിട്ട് പാല് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും മ്യൂസ്ലിയും മേടിച്ചിട്ടുണ്ടായി. 0 ഷുഗർ, 0 മിൽക്കിലും ഷുഗറൊന്നും ഇല്ലാണ്ട്. അതാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റാണ്. ഒരു പണി എന്ന് വെച്ചാൽ ഇന്നലെ അവിടെ നിന്ന് വന്ന് ഇവൻ വെള്ളം കൊടുത്ത വെള്ളം ഇപ്പം അവിടെ ഇല്ല. ആ വെള്ളം എവിടുന്ന് വന്നു? മഴ പെയ്തപ്പോൾ ഇന്നലെ മഴ പെയ്തപ്പോൾ കണ്ട് വന്നാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ ആ സൈഡൊക്കെ വെയിലെത്തി. ഇവിടെ വെയിലടിച്ചിട്ടില്ല. ഇവിടെ വെയിലടിച്ചാൽ ഓക്കെ ആവും. ഇവിടെ ടെൻ്റെല്ലാം പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഗ് ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ ബയ്യാടെ കടയിൽ. സോ ഞാനിപ്പോൾ വെയിലായതുകൊണ്ട് ഇപ്പോൾ തണുപ്പൊന്നുമില്ല. ഇത് നമ്മൾ ഡൽഹിയിൽ നിന്ന് മേടിച്ച ഡ്രസ്സാണ് കേട്ടോ. ഈ ഹിമാചൽ ഏരിയയിലൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് ഇതാണ് അവനിട്ടിട്ടുള്ളത്. എങ്ങനെയുണ്ട്? നല്ലല്ലേ? നല്ല നീ എണീച്ച് നിൽക്കുന്നല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ കോസ്റ്റ്യൂം. പിന്നെ നമ്മളെ റൗഫ് ട്രെയിനർ മാത്രമല്ല കേട്ടോ, മോഡലൊക്കെയാണ്. മോഡലിങ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു ചെറിയ ഇത് മാത്രം ഇട്ടിട്ട് ഈ ഒരൊറ്റ ഡ്രസ്സ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കയ്യിൽ വെയിലായതുകൊണ്ട് ഇതിട്ടുണ്ട്. രാവിലെ നല്ല വെയിലാണ്, പക്ഷെ പറയാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഇവിടെ സ്നോ പെയ്യും, വേറെ എന്തെങ്കിലും പെയ്യും, ഒക്കെ മാറും കേട്ടോ. ബാഗിലാണ്ടല്ലേ? ബാഗ് നമ്മൾ അത്രയും വെയിറ്റ് ആയിട്ട് കയറിയിട്ട് ഇങ്ങനെ കയറുമ്പോൾ നമുക്ക് ഈസി ആയി തോന്നും.
പക്ഷെ നമ്മൾ സ്ലോ ആയിട്ടേ കയറാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് ഇങ്ങനെ പയ്യെ പയ്യെ കയറുമ്പോൾ എപ്പോഴും നമ്മൾ സ്ലോ ആയിട്ടാണ് പോകാൻ പാടുള്ളൂ. പോകുന്ന വഴിയിൽ ചെറിയ കഫേയൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ക്ലോസ്ഡ് ആണ് കേട്ടോ. നോക്കി നടന്നല്ലേ തെന്നി വീഴും. ഇതുവഴിയൊക്കെ നമ്മൾ പോകുന്നത്. ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിയുമ്പോൾ അറിയാം. മരങ്ങളൊക്കെ കുറയുമ്പോൾ നമുക്ക് ബ്രീത്തൊക്കെ പ്രശ്നം വരും. പക്ഷെ എൻ്റെ ഹെൽത്ത് ഇപ്പോഴേ വീക്കാ, ബ്രീത്ത് കണ്ട. ഈ ഒരു ചെറിയ വഴിയിലൂടെയൊക്കെയാണ് വന്ന് കുറച്ച് കയറിയപ്പോൾ ചെറിയൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഫുൾ പൈൻ ട്രീസും പിന്നെ വീടുകളിലെ കളർ ഉണ്ടോ സെയിമാ. വലിയ വലിയ ബിൽഡിങ്സാണ് കാണുന്നത്. ഓക്കെ, ഇത് മോസ്റ്റ്ലി വില്ലേജസ് ഒന്നല്ല കേട്ടോ, ഓരോ ടൂറിസ്റ്റുകൾ വന്ന് താമസിക്കാനുള്ള ഓരോ വീടുകളാണ് കണ്ട, പല ഷേപ്പിൽ. അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ ഉണ്ടോ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുക, അതുകൊണ്ട് കാണാൻ പറ്റില്ല. ഇവിടെ മാത്രമാണ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഇനിയും ഒരു 4 hours എന്തായാലും എടുക്കും തോന്നുന്നു അല്ലേ. പോകുന്ന വഴിയിലൊരു മലയാളീനെല്ലാം കണ്ട്, ആകെ ഒരു മലയാളി. ഡൽഹി വിട്ടേ പിന്നെ മലയാളികളെ കണ്ടിട്ടില്ല. ഹിമാചലിൽ എനിക്ക് തോന്നുന്നു ധർമ്മശാല ഏരിയയിലാണ്. ഇനി മലയാളീസ് ഇല്ലാത്ത സ്ഥലം, കൂടുതൽ റയറായിട്ടുള്ള സ്ഥലം നോക്കണമെങ്കിൽ ധർമ്മശാല ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. കുത്തിനുള്ള കയറ്റമായിട്ടുണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് ആവാണ്ട്, പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആണ്, ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇത് കയറിക്കഴിഞ്ഞ് ഇതിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ പൊക്കത്തോട്ട് സ്റ്റീപ്പാണെന്ന് പുള്ളിക്കാരൻ്റെ നിന്ന് പറഞ്ഞു അവിടെ നിന്ന്. സോ അതിൻ്റെ ക്ലൈമറ്റ് വെതർ മാറുന്നുണ്ട്. ഇവിടെ നോക്കി പോകുന്ന വഴിക്കെല്ലാം നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ കാണാനായിട്ടുള്ളത്. വാവ്, എന്ത് രസമാണെന്നറിയോ, അടിപൊളി. ഇതേ ഒരെണ്ണം ഞാൻ എടുത്ത് ചെവിയിൽ വെച്ചിട്ടുണ്ട്. വാവ്, ഇതുവരെ കാണാത്ത പൂക്കളാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഇതിപ്പോൾ സ്പ്രിങ് സ്റ്റാർട്ടായോ, സാധാരണ സ്പ്രിങ്ങിലാണ് ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവുക, എന്തറിയില്ല, ഭയങ്കര രസമുള്ള പൂക്കളാണ്. നമ്മളിപ്പോൾ ഒരു ഹാഫ് വേ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇനിയൊരു ഹാഫ് വേയും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ എത്തും. എന്നിട്ട് നമുക്ക് ഇന്ന് തന്നെ തിരിച്ചിറങ്ങണം, കാരണം നമ്മുടെ ബാഗൊന്നുമില്ല, ടെൻറ്റില്ല, നമ്മളുടെ ഒന്നുമില്ല. സോ നമുക്ക് ഇന്ന് തന്നെ തിരിച്ചിറങ്ങണം. ഇവിടെ ടോപ്പിലെത്തിയപ്പോൾ ഇവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. 50 രൂപയാണ് വെള്ളത്തിന്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ക്യാഷ് വെക്കുക. ഇവിടെ ഗൂഗിൾ പേ ഒന്നും വർക്ക് ചെയ്യില്ല, കാരണം നല്ല റേഞ്ചൊന്നും തീരെയില്ല. സോ അടിപൊളി വ്യൂ എല്ലാം കണ്ടിട്ട് കഫേയിലെല്ലാം വെള്ളം കുടിക്കുക. 50 രൂപയാണ് കേട്ടോ. ഒരു ലിറ്ററിന് 20 രൂപ 30 രൂപ കൂടുതലാണ്, ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും കൂടുതലാണേ. സോ നോക്കിയിട്ട് മേടിക്കുക. ക്യാഷ് എന്തായാലും കൊണ്ടുവരാം, ക്യാഷ് ഇല്ലെങ്കിൽ പണിയായിരിക്കും, ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല. ഹാഫ് വേയും കഴിഞ്ഞ് ഇതേ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന വഴി കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിക്കൊണ്ടിരിക്കുക അല്ലേ. നോക്ക്, പോകുന്ന കല്ലും മലയും പിന്നെ ആ പൂക്കൾ, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇന്നത്തെ അല്ലേ. ആ പൂക്കൾ, ഈ പൂക്കൾ ഈ മരത്തിൽ കണ്ട ഭയങ്കര രസമുള്ള പൂക്കളതേ, പൂക്കൾ വിരിയാൻ വേണ്ടി മുട്ടിട്ട് വെച്ചേക്കണ്. ഇനി ചെമ്പകത്തിൻ്റെ മണവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ കാണാനുള്ള ലുക്ക് കണ്ടോ. പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, പൂക്കൾ വെച്ചിട്ട് ഇങ്ങനെ അലങ്കരിച്ച പോലെയാണ് വഴി മൊത്തം. ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ കൊഴിഞ്ഞ്, എതലുകളും കൊഴിഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഓരോരുത്തർ ഇങ്ങനെ ട്രക്ക് ചെയ്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. മിക്ക ആളുകളും അവിടെ പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്യും. അവിടെ ക്യാമ്പ് ചെയ്യാനും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം ഇറങ്ങി വരികയാണ് ചെയ്യാം. നമ്മളിപ്പോൾ ഇന്നലെ ക്യാമ്പ് ചെയ്തു, നമ്മളെ പ്ലാനൊക്കെ മാറി. അപ്പോൾ ഇന്ന് നമ്മൾ പോയിട്ട് തിരിച്ചിറങ്ങണോ എന്താ പ്ലാനൊന്നുമില്ല, പ്ലാൻ എപ്പോൾ വേണമെങ്കിൽ മാറും, ഒരു ഐഡിയ ഇല്ല. അതാണ് നമ്മളെ പ്ലാന്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.